ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് ആവാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കതിനുള്ള പരീക്ഷ ഇന്ന് രാവിലെ എഴുതാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ സിറ്റിയിലൊരു പുതിയ ടീ ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പോയിട്ട് കുറച്ച് ചായയും പൊരിച്ച കടിയൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് പോകും. അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു പ്ലാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ഷോപ്പ് കാണിച്ചു തരാം. നമ്മുടെ സൈറ്റിലേക്ക് പോണതിൻ്റെ കുറച്ച് മുന്നായിട്ടുള്ളൊരു ഭാഗത്താണ് ഈ ഒരു കട വരുന്നത്. നമ്മളെ പരീക്ഷ എന്താണെന്നറിയില്ല, നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നേരെ നമുക്ക് സൈറ്റിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള ബോക്സ് കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇനി ഡ്രസ്സ് മാറ്റാമെന്ന് വിചാരിച്ച് വേഗം നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ല. അതാണ്ട് ഒരു ചേട്ടനും ഇവിടെ സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇയാളെ കണ്ടിട്ടൊരു കള്ളൻ അക്ഷരം ഉണ്ട് കേട്ടോ ഗൈസ്. ഇയാളെ കണ്ടിട്ട് എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ട്. എന്തെല്ലാം ആയിക്കോട്ടെ. എന്തൊരു കരിഞ്ഞ മണം വരുന്നത് ഗൈസ്. ഇതിനകത്ത് നിന്ന് തോന്നുന്നു. അയ്യോ അയ്യോ ഗൈസ്, ദാണ്ടെ കടക്ക് തീ പിടിച്ച്. അയ്യോ ഇതിനി ആകെ സ്പ്രെഡ് ആണെൻ്റെ മുമ്പ് ഞാൻ ഇവിടുന്ന് കണ്ടിട്ട് ഇയാൾ ആരെങ്കിലും രക്ഷിച്ചോളൂ ഗൈസ്. അയ്യോ ഗൈസ്, ദാണ്ട ആളും നീച്ചു പോയി കേട്ടോ. അപ്പോൾ ആർക്കും സീനൊന്നുമില്ല. ഞാൻ എന്തായാലും സൈറ്റിൽ വന്നിട്ട് നമുക്ക് ബോക്സ് ഗൈസ്, എൻ്റെ അമ്മോ, ഇതിൽ മൊത്തം പണമാണ് ഗൈസ്. ഇതെങ്ങനെയേ എൻ്റെ ഡ്രസ്സ് മൊത്തം പണമായ? അല്ല ഗൈസ്, എൻ്റെയും നേരത്തെ കണ്ട ആളുടെയും ബോക്സ് ചെറുതായിട്ടൊന്ന് മാറി. അതാണ് അവിടെ നടന്നൊരു പ്രശ്നം. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ വണ്ടി കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇതെൻ്റെ കൈ വെച്ചാൽ ചിലപ്പോൾ ഇത് ഏതെങ്കിലും പാവപ്പെട്ട ആളാണെങ്കിലോ പറയാൻ പറ്റത്തില്ല. എനിക്ക് കേസ് വരണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ഇനി ഇത് വണ്ടി പെരയെ കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോവാം ഗൈസ്. ഗൈസ്, ഇനി ആളെ നമുക്ക് കണ്ടുപിടിച്ചാലേ ഉള്ളൂ ഇനി അയാൾക്ക് നമുക്ക് ഈ ബോക്സ് കൊടുക്കാൻ കഴിയുക. ഓ ഗൈസ്, ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. മുകളിലുണ്ടോ? ഇതാണ്ട് മുകളിലും ഇല്ല. ഇവർ 24 hours ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇല്ല, ആരുമില്ല ഗൈസ്. ഇവരെവിടെ പോയി? അയ്യോ, ആ പെട്ടി കൊണ്ടുപോയ ആളെ വീട് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ പൊട്ടി. അയ്യോ അയ്യോ രക്ഷിക്കണേ. അയ്യോ എന്നെ പട്ടി അടിക്കാൻ വരുന്നേ. അയ്യോ അയ്യോ അയ്യോ. ഓ, പട്ടി എൻ്റെ കാലി കടിച്ചെന്ന് തോന്നുന്നു. ഓ, എന്തായാലും നീ ഇവിടെ കുറച്ച് കിടക്കാം. അയ്യോ അയ്യോ, ഞാൻ ഇന്നലെ എവിടെയാണ് കിടന്നത്? അതാരാ കൈയിട്ടുന്നത്? അയ്യോ സാറേ, സോറി. ഇവർക്ക് എന്ത് പറ്റി? എന്താ സാറേ? ഇത് മോനെ, ഒരാഴ്ച മുന്നേ ഈ ഒരു സിറ്റിയിൽ നിന്ന് 1 കോടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുപോയ കള്ളനെ നീ ഇന്നലെ ഇവിടെ പോതാണ്ട് നിങ്ങൾ രണ്ടുപേരും അടി കൂടിയിട്ടാന്ന് തോന്നുന്നു. CCTV ഒന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തായാലും നീ ഒരു പൈസ ഞങ്ങൾക്ക് തന്നുകൊണ്ട് നിന്നെ ഈ ജോലിയിൽ ഒരു പരീക്ഷ ഇല്ലാതെ ഞങ്ങൾ നേരെ കയറ്റാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് നീ ഞങ്ങൾക്കൊരു സാധനം കൊണ്ടുവന്നിരുന്നു. എന്ത് സാറേ? അതൊരു മെഷീനാണ്. അത് നമ്മുടെ സിറ്റിയുടെ ഏറ്റവും മുകളിലത്തെ മലയുടെ മുകളിലാണ് ആ ഒരു സംഭവം ഉള്ളത്. ഈ സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം മനസ്സിലായത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത വന്നിരുന്നു 1 കോടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് അങ്ങോട്ട് വിട്ട്. പിന്നെ അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ സാറ് പറഞ്ഞ പോലെ ഈ ഒരു മെഷീനാണ് നമുക്ക് കൊണ്ടുവരാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവിടേക്ക് ഇനി കുറച്ചും കൂടി ഉള്ളൂ നമുക്ക് എത്താൻ. അപ്പോൾ ഈ സാധനം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഗൈസ്. ഇതാണ് ആ സംഭവം. ഇത് ഞാനങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പേ എനിക്ക് പോലീസ് യൂണിഫോം കിട്ടിയിട്ടാ. ഇനി ഞാൻ മുകളിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് എന്നോട് താഴെ വരാനാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. ഓക്കെ, ഞാനങ്ങനെ മാറ്റി വന്നിട്ടുണ്ട്. ഇവരിതാണ്ട് ഇത് പുറത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാർ അതെന്തിനാ? മോനെ, നീ ഇതിൽ കിടക്ക്. ഇതിൽ പറഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ ഏത് നിമിഷം ഒരു സൈറൺ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഒരു ജയന്റ്, അപ്പോൾ ഏത് നിമിഷം ഒരു സൈറൺ ഹെഡിന്റെ അറ്റാക്ക് വരാതെ നിൽക്കാനാണ് നിന്നെ ഒരു ജയന്റ് ആക്കാൻ ഗൈസ്. എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അയ്യോ, അതുകൊണ്ടൊരു തരിപ്പ് കയറുന്നുണ്ട്. ഓയ്യോ ഗൈസ്, ഇത് സീനാവോ? ഓ ഗൈസ്, ഓ അയ്യോ സോറി, ഇതെന്ത് സംഭവം? അയ്യോ കൊയങ്ങി. അയ്യോ നാണ്ടേ സൈറൺ ഹെഡ്. അയ്യോ, ഇത് ഇത്രയപ്പം വന്നോ?
ഇത് ആദ്യത്തേനെക്കാട്ടും കുറച്ച് ചെറുതായിട്ടുണ്ട്. എന്തായാലും ഇനി ഞാൻ ജൈൻ്റ് ആവാം. ഓ ഗൈസ്, ഞാനങ്ങനെ ജൈൻ്റ് ആയിട്ടുണ്ട്. ഇനിയും എനിക്ക് കൊടുക്കാനുള്ളതൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോൾ നിനക്ക് എന്തായിരുന്നു ജാടല്ലേ? ഒറ്റ കിക്കിൽ നീ ഒയ്യോ ബിൽഡിങ്ങും തകർത്ത് തീർച്ച്. വാടാ വാടാ, ഞാൻ നല്ല പാമ്പിലാണ്. ധൈര്യം ഉണ്ടേ വാടാ, എന്നോട് കളിക്കണ്ടേ? വാടാ വാടാ, നിനക്ക് എന്താടാ? നിനക്ക് എന്താണ്? ഞാൻ പറയുമ്പോഴേക്കും നീ അങ്ങോട്ട് വരിക. ഞാനൊരു പോലീസ് ഓഫീസറാണ്, അതും കൂടി നീ ഓർക്കണം കേട്ടാ. നിന്നെ കറക്കി എടുത്ത് എറിയാറിയിട്ടല്ല. അതുപോലെ നേരെ നമുക്ക് കടയിലേക്ക് എറിയാം, അവിടെ പോയി ചാടിയാൽ മതിയായിരുന്നു. ഇനി ഈ സിറ്റിക്ക് നീ വരരുത്, അത്രേ ഉള്ളൂ ഇനി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഹോ, ഇത്ര പണിയുള്ളൂ ഉണ്ടായിരുന്നു സാറേ. ഓ സാറേ, ഇനി എങ്ങനെ ചെറുതാവുക? അയ്യോ മോനെ, ചെറുതാവാനുള്ള മിഷീനില്ല. വാട്ട്?